ഈശ്വർ 5 മിനിറ്റ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ തർക്കത്തിനോട് ഞാനില്ല, ഇത് കോടതിയുടെ വിഷയമാണ്. പക്ഷെ രാഹുൽ ഇതിനകത്ത് എന്ത് നിലപാടെടുക്കുന്നു എന്ന് എനിക്ക് അറിയണമെന്ന് ഭക്തർക്കെല്ലാം ഒരു നിലപാടേ ഉള്ളൂ വിഷയത്തിൽ. കോടതി എന്ത് പറഞ്ഞാലും നമ്മൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. കോടതിക്ക് അത് തെറ്റായി ഫീൽ ചെയ്യുമെങ്കിൽ കോടതിയുടെ നിലപാടിനെ ബഹുമാനിക്കുക വേണം. കാര്യം കോടതിയാണ് ശബരിമലയെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നത്. പക്ഷെ 2-3 കാര്യങ്ങൾ. ഒന്ന്, ഹരിവരാസനത്തിന് പഴയ മലയാള ഹരിവരാസനമാണെങ്കിൽ 3 മിനിറ്റാണ്. കുറച്ചുകൂടെ സ്ലോ ആയിട്ടാണ് ശബരിമല ഹരിവരാസനം പാടുന്നത്. ഏകദേശം 5 മിനിറ്റ് 6 സെക്കൻഡ് ഉണ്ട്. സംസ്കൃതം കൂടെ കലർത്തി വരുന്നൊരു ഹരിവരാസനം ഉണ്ട് തമിഴിലൊക്കെ പോപ്പുലർ. അത് ഏകദേശം 9 മിനിറ്റ് ആണ്. ഇതാണ് അതിന്റെ ഫാക്ട്. 2, ശ്രീ വത്സൻ തില്ലങ്കേരിയാണ്, വിൽസൺ അല്ല, വത്സൻ തില്ലങ്കേരിയാണ്. അദ്ദേഹമാണ് ശബരിമലയിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അതെല്ലാം നിയന്ത്രിച്ച് നിർത്തിയത്. ബഹുമാനപ്പെട്ട പോലീസുകാർ പോലും ശ്രീ വത്സൻ തില്ലങ്കേരിയോട് അഭ്യർത്ഥിക്കുകയും അന്നൊരു കലാപകലുഷിതമായ സാഹചര്യത്തിലേക്ക് പോകാതെ അവിടത്തെ പിടിച്ചു നിർത്തിയത് അദ്ദേഹമാണ്. അപ്പം നമ്മള് തർക്കത്തിനിടയിൽ ഞാൻ അതിന്റെ മറുപടിയാണ് ഒരു സെക്കൻഡ്. അതാണ്, ഞാൻ BJP-യോ RSS-ഓ അല്ല. പക്ഷേ ശ്രീ സുരേന്ദ്രൻജി ഒക്കെയാണ് അതിനെ ആ ഫൈറ്റിനെ ജനകീയമാക്കിയതും ജനങ്ങളിലേക്ക് കൂടുതലെത്തിച്ചതും. അദ്ദേഹം അത് വലിച്ചറിഞ്ഞില്ല. അങ്ങ് ഉദ്ദേശിക്കുന്ന ശ്രീ കെ സുരേന്ദ്രൻജിയാണ്, വത്സൻ തില്ലങ്കേരി അല്ല, അല്ലെങ്കിൽ ശ്രീ വത്സൻ തില്ലങ്കേരി അല്ല, ശ്രീ കെ സുരേന്ദ്രനും അങ്ങനെ വലിച്ചൊന്നും പറഞ്ഞില്ല. ശ്രീ അങ്ങടക്കമുള്ള ബാക്കിയുള്ളവർ ഇത് വലിച്ചെറിഞ്ഞു എന്ന് പറയുമ്പോഴാണ് ഞങ്ങൾ സാധാരണ വിശ്വാസികൾക്ക് വേദനയാകുന്നത്. ഒരു വരി കൂടെ പറഞ്ഞു നിർത്തോളൂ, ഒരു വരി കൂടെ. രാഹുലിന് VIP പരിഗണന കൊടുക്കണോ വേണ്ടയോ എന്താണ് രാഹുലിന്റെ നിലപാടെന്ന് രാഹുൽ പറയട്ടെ. ഒന്ന് പറഞ്ഞോട്ടെ, ഒരു സെക്കൻഡ്. ഇരുമുടിക്കെട്ട് താഴേക്ക് വലിച്ചെറിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ ഒരു സാധാരണ ഭക്തന് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ CPM-കാരനും കോൺഗ്രസ്സുകാരനും BJP-കാരനും ഒക്കെ വേദനിക്കും. കാര്യം ഇരുമുടിക്കെട്ട് അത്ര പവിത്രമായിട്ടാണ്, നമ്മുടെ പുണ്യവും പാപവുമായിട്ട് നമ്മൾ പോകുന്നു എന്നൊക്കെയാണ്. അപ്പൊ അത്തരം കാര്യങ്ങൾ അങ്ങ് ചിന്തിക്കണം. അതായത് വേറെ ഏതെങ്കിലും രീതിയിൽ അങ്ങേക്ക് ശ്രീ കെ സുരേന്ദ്രനെ ആക്രമിക്കാം. പക്ഷേ ഇരുമുടിക്കെട്ട് വെച്ച് പറയുമ്പോൾ സാധാരണ ഭക്തനും കൂടെ വിഷമം ഉണ്ടാവും. ഇനി 2-3 കാര്യങ്ങൾ. ഒരുപാട് കാലമായി ശബരിമല നിൽക്കുന്ന ഒരു തർക്കമായത്. പക്ഷെ പ്രാക്ടിക്കലി ആദർശപരമായി നമ്മൾ പറയുമ്പം നമുക്ക് ആശയപരമായി പറഞ്ഞാൽ VIP ക്യൂവിന്റെ ഒന്നും ആവശ്യമില്ല. പക്ഷെ പ്രായോഗികമായി വരുമ്പം പലപ്പോഴും സെക്യൂരിറ്റി, പലപ്പോഴും ഇവിടെ പ്രൊട്ടക്ഷൻ തുടങ്ങിയ കാര്യങ്ങൾക്ക് പ്രാക്ടിക്കലി ചില ഇഷ്യൂസ് ഉണ്ടാവും എന്നുള്ള സത്യം. ഇപ്പൊ സുപ്രീം കോടതി ജഡ്ജി ഇന്ദു മൽഹോത്രാജി അടക്കം വന്നു, അല്ലെങ്കിൽ വളരെ പ്രമുഖർ വന്നു. ഏതെങ്കിലും രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്യാതെ പറ്റൂ, ഏതെങ്കിലും രീതിയിൽ പ്രിഫറൻസ് കൊടുക്കാതെ പറ്റൂ. അപ്പം ഇത് ഇപ്പൊ തിരുപ്പതിയിലൊക്കെ കാശ് മേടിക്കുന്ന ഒരു VIP ക്യൂ സിസ്റ്റം ഉണ്ട്. ഞാനിപ്പോ ആന്ധ്രയിലും കൂടെയാണ്. പക്ഷെ നമ്മുടെ അവിടെ അങ്ങനെയല്ല. ഹൈക്കോടതി പണ്ട് മുതലേ എടുത്ത നിലപാടാണ്. എനിക്കൊന്ന് രാമൻ നായർ സാറിന്റെ ദേവസ്വം ബോർഡ് വന്നപ്പോഴും രാമൻ നായർ സാർ പറയുകയുണ്ടായി, ചില പ്രായോഗികമായ കാര്യങ്ങളും കൂടി നമ്മൾ മനസ്സിലാക്കണോ. എനിക്കുള്ള റിക്വസ്റ്റ്, ശ്രീ ദിലീപിനെ വ്യക്തിപരമായി അറിയാവുന്ന കൂടാണ്, നമ്മൾ അമ്പലത്തിൽ പോകുന്ന പ്രാർത്ഥിക്കാനും ഒരു ആശ്വാസം നേടാനും ഒക്കെയാണ്. അപ്പൊ നമ്മൾ അമ്പലത്തിൽ പോയി കഴിഞ്ഞൊരു വിവാദം ഉണ്ടായാൽ അത് പലപ്പോഴും വേദനയും വിഷമവും ആൾക്കാർക്ക് ഉണ്ടാക്കാറുള്ളൂ. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ചെറിയ കാര്യത്തിന്റെ പേരിൽ വലിയൊരു വിവാദം ഉണ്ടാകുന്നത് ദൗർഭാഗ്യകരമാണ്. പക്ഷേ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞതിനെ സീരിയസ് ആയിട്ട് എടുക്കണം. ആർക്കും അതിലൊരു എതിരഭിപ്രായം ഉണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷെ ചില പ്രായോഗികതകൾ വരുമ്പോൾ ഇപ്പൊ ഞങ്ങൾ അടക്കമുള്ള ഒരുപാട് പേര് അവിടുത്തെ ഒരുപാട് പേരെ വിളിച്ചു പറയാറുണ്ട്, അന്യ സംസ്ഥാനത്ത് നിന്ന് ഒരാൾ വരികയാണ്, വിദേശത്തു നിന്ന് ഒരാൾ വരികയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രസക്തനോ പ്രമുഖനോ അല്ലെങ്കിൽ ഒരു അയ്യപ്പ ഭക്തൻ വരികയാണ്, ഒന്ന് സഹായിച്ചു കൊടുത്തേക്കണമെന്ന് പറയാറ്. ഇപ്പൊ ശ്രീ വിവേക് ഓബ്രോയ് പോലും 9 മണിക്കൂർ നിന്നൊക്കെയാണ് ക്യൂ കയറാറുള്ളത്. പക്ഷെ അദ്ദേഹം ഒരിക്കൽ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ അച്ഛനോ സഹോദരനോ എന്തോ വയ്യായിരുന്നു. അദ്ദേഹം വിളിച്ചു പറഞ്ഞു ഹൃദ്രോഗിയാണ്, ദർശനത്തിന് വേണം. അപ്പൊ എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കുന്ന സ്വാഭാവികമാണ്. അതുകൊണ്ട് ഇതൊരു തർക്കമല്ല. ഇതിൽ ആരും ജയിക്കാനും രാഹുൽ ഇതിനകത്തൊരു വിഷയം അതൊക്കെ മനസ്സിലാക്കാം. നമ്മൾ അതിന്റെ ഒരു പ്രാക്ടിക്കാലിറ്റി കുറിച്ചാണ് പറയുന്നത്. പക്ഷെ സോപാനത്ത് നിൽക്കരുത്, അങ്ങനെ ഒരു ദർശനം പാടില്ല എന്ന് കോടതി നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു വിഷയമല്ലേ. എന്നിട്ടും ഹരിവരാസനം പാടുന്നത് വരെ, മുഴുവൻ പാടിത്തീരുന്നത് വരെ അവിടെ നിന്നു, അത് അനുവദിച്ചു. അത് ദിലീപ് എന്ന് പറയുന്ന ഒരാൾ മാത്രമല്ല, ഒരു സിനിമാ നടൻ മാത്രമല്ല, അദ്ദേഹത്തിന് കൂടെയുള്ള സംഘങ്ങളെല്ലാം അത്രയും സമയം അവിടെ നിന്നു. അതെങ്ങനെ നടന്നു എന്നാണ് അപർണാജിക്കില്ല. ബാക്കിയുള്ള മീഡിയക്കാർക്ക് ദിലീപിനോട് ദേഷ്യമുണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് വ്യക്തിപരമായി തീർക്കണമെന്നുള്ളതാണ് എന്റെ അഭ്യർത്ഥന. അദ്ദേഹത്തോട് ദേഷ്യമോ ബാക്കി കാര്യങ്ങൾക്കൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിന്റെ പേര് തീർക്കണം. ഇതിന്റെ പേര് തീർക്കുന്നത് അത് ശരിയല്ല. 2 ഹരിവരാസനം പാടി തുടങ്ങിയാൽ നല്ലൊരു ശതമാനം ആൾക്കാരും പോവില്ല. പാടി തീർത്തിട്ടാണ് പലപ്പോഴും ഇറങ്ങാറുള്ളത്. അല്ല രാഹുൽ, എന്റെ വ്യക്തിപരമായി ഞാനത് കോടതി ഇത് ചോദിക്കുന്നു എന്നുള്ളതാണ്. കോടതിയാണ് ചോദിക്കുന്നത്, ദിലീപ് സംഘവും എത്ര നേരമാണ് നിരന്നു നിന്നത്, മറ്റുള്ളവരുടെ ദർശനം ഈ സമയത്ത് മുടങ്ങിയില്ലേന്ന്. മാധ്യമങ്ങളുടെ നിലപാടോ എന്റെ നിലപാടോ ഒക്കെ വിട്ടേക്ക്, ഇത് കോടതി ചോദിക്കുന്നു. കോടതി പറയുമ്പോൾ അത് സീരിയസ് ആയിട്ടുണ്ട്. കോടതി എല്ലാ കാര്യങ്ങളും ഇങ്ങനെ സീരിയസ് ആയി എടുക്കുന്നുണ്ട്. ഇപ്പം പോലീസുകാരുടെ അവിടുത്തെ ഫോട്ടോ വലിയ രീതി എടുത്തിട്ടുണ്ട്. ഇത് സെൻസിറ്റീവ് ആണ്, കാര്യങ്ങൾ എടുക്കുകയും വേണം. പക്ഷെ അവിടെ പണ്ടത്തെ ഹൈക്കോടതിയുടെ ഒരു റൂൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭക്തർ കണ്ടിന്യൂസ്ലായി പൊക്കോണ്ടിരിക്കുന്നുണ്ട്. എല്ലാവർക്കും 10 സെക്കൻഡോ 2 സെക്കൻഡോ 3 സെക്കൻഡോ താഴെയൊക്കെ കിട്ടാറുള്ളൂ. അതുകൊണ്ട് ഒരു കണ്ടിന്യൂസ് ഫ്ലോ വേണമെന്നൊക്കെയാണ് സംഭവിച്ചിരിക്കാൻ സാധ്യത. ശ്രീ ദിലീപ് വന്നപ്പോൾ ഏതെങ്കിലും പോലീസുകാരൻ കണ്ടു കാണും, ദിലീപ് ഏട്ടാ ഞാൻ അവിടെ കൊണ്ടുപോയി കാണിക്കാന്ന് പറഞ്ഞാണ്. ഇതാണ് പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം. പ്രാക്ടിക്കലി പറയുന്നതാണ്.
ആരെങ്ങനെ വന്നാലും എന്നാ ഞങ്ങൾ അവിടെ കൊണ്ടുപോയി കാണിക്കാന്നൊക്കെ പറഞ്ഞു പോകും. ഇതിന്റെ പിന്നിൽ ഒരു പ്ലാൻഡ് ഗൂഢാലോചനയൊന്നുമില്ല. അപ്പം വന്നു, അപ്പം ബഹുമാനം, ആര് വന്നാലും ഇനി ഏത് പാർട്ടിയുടെ മുതിർന്ന അത് രാഹുൽ ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ടല്ലേ, ദിലീപിനൊക്കെ ഒപ്പം നിൽക്കണോ ശബരിമലയ്ക്ക് ഒപ്പം നിൽക്കണോ, ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ടല്ലേ? ശബരിമലയും ദിലീപ് തമ്മിലുള്ള ഒരു പോരാട്ടമല്ല. ദിലീപേട്ടൻ വലിയൊരു വിശ്വാസിയാണ്, അമ്പലവും പള്ളിയും എല്ലാം പോകുന്ന വ്യക്തിയാണ് അദ്ദേഹം. പലപ്പോഴും ശബരിമല ഇല്ല, ശബരിമല പോരാട്ടമൊന്നും അവിടെ ആലപ്പുഴ ജില്ലാ ജഡ്ജി ഉണ്ടായിരുന്നു, KP അനിൽകുമാർ ഉണ്ടായിരുന്നു. ആ രീതിയിൽ കണ്ടാൽ മതി എന്നേ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ആര് ചെന്നാലും ഇപ്പൊ കുമ്മനം ചേട്ടനെ പോലെ ഒരു സാത്വികനായ വ്യക്തി വന്നു, ഉറപ്പായിട്ട് അവിടുത്തെ ആരെങ്കിലും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ കുമ്മനം ചേട്ടനെ പോലെ ശബരിമലയ്ക്ക് വേണ്ടി പോരാടുന്ന ഒരാൾക്ക് അവിടെ അതിന് സ്പെഷ്യൽ ദർശനമൊന്നും പോലും ഇല്ല. അവിടെ നിൽക്കുന്ന ആൾക്കാര് അവരുടെ ഇതിനൊക്കെ വേണ്ടി രാഹുൽ ഞാൻ തിരികെത്താം. ശ്രീകുമാർ മനേൽ, ഇതിന്റെ ഒരു പ്രാക്ടിക്കൽ വശമാണ് പറയുന്നത്. രാഷ്ട്രീയ പ്രതിനിധികളാണെങ്കിലും അതല്ലാത്തവരാണെങ്കിലും ഇപ്പൊ പറഞ്ഞ ജുഡീഷ്യറി പോലും ഇത് ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ദേവസ്വം ബോർഡ് തന്നെ ചെയ്യുന്നത്, ഈ ജുഡീഷ്യറിയിലെ പ്രമുഖരും ഉണ്ടായിരുന്നു, അവരും